NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ണൂരാണ് വന്നിട്ടുള്ളത്. കണ്ണൂർ ബൈപ്പാസിൽ തായച്ചൊവ്വ ഭാഗത്ത് നിന്ന് സെന്റർ വരുന്ന ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പൊ ബൈപ്പാസിന്റെ സെന്റർ ഭാഗത്താണ് വന്നിട്ടുള്ളത്. മുട്ടോളംപാറ എന്നാണ് ഇങ്ങോട്ട് പറയാന്ന് ഇവിടുന്ന് അറിയാൻ സാധിച്ചത്. അപ്പൊ തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഞാൻ ആദ്യമായിട്ടൊക്കെ വരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയിക്കുക. പ്രവാസി സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ വലിയ ഒരു കുന്നിടിച്ചാണ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള ഓവർപാസിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് നമുക്ക് കാണാം. രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഉയർത്തി വെച്ച് കാണുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊക്കെ മണ്ണ് ഇട്ട് ഉയർത്തിയ വലിയ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാണാം, ഇവിടെ വലിയ കരിങ്കല്ലൊക്കെ ഉപയോഗിച്ച് കെട്ടി ഉയർത്തി കൊണ്ടുവന്നൊരു ഭാഗം. അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഹൈറ്റിലേക്ക് ഉയർത്തി കെട്ടിയ വാള്. അതിന് മുകളിലൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെൻറ്ററിലെ ക്രാഷ് ബാരിയർ വരാനും ടാറിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് വരാനുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം. ആ ഭാഗത്തേക്ക് ഇങ്ങനെ ആ ഭാഗത്തേക്കാണ് ഇനി പോകാനുള്ളത്. ആ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മണ്ണെടുക്കുന്നുണ്ട്, മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ മണ്ണെടുത്ത് നമുക്ക് കാണാം. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഓവർപാസ്. ഓവർപാസിൻ്റെ മുകളിലൂടെയൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ പോകുന്ന കാണാം. ഈ ഭാഗത്ത് ഇത് തായച്ചൊവ്വ ഭാഗത്തേക്ക് പോകുന്ന റോഡും ഇതിനെ ക്രോസ് ചെയ്തിട്ടാണ് ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് മണ്ണെടുത്ത് വലിയ രീതിയിൽ മണ്ണെടുത്ത് പോയിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണെടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ടൗണിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയിലേക്കൊക്കെ ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത്. മുഴപ്പിലങ്ങാട് ഭാഗം വരെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഒരു സപ്പോർട്ടായിട്ട് ലൈക്കും കമൻറ്റൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കാം. അങ്ങോട്ട് വയഡക്റ്റ് പാലത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഡ്രോൺ വിഷ്വൽ പോലെ തന്നെയാണ് കാണുന്നത്. വലിയ രീതിയിൽ മണ്ണെടുത്ത് പോയിട്ടുണ്ട്. ഇനിയും കുറേ ഭാഗത്തു നിന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടക്കുന്നതിന് കുറച്ച് ഭാഗത്ത് റോഡിൻ്റെ ലൈനായിട്ട് ഇങ്ങനെ സെൻറ്ററിൽ കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻവശത്ത് കാണാം മെറ്റൽ കൂനകൾ കാണുന്നത്. അവിടെയൊക്കെ മെറ്റൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. റോഡ് വർക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെയൊക്കെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വർക്കേഴ്സ് ഒന്നും കാണുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ആ ഭാഗത്ത് എങ്ങനെയാണെന്ന്. ഇവിടെയാണ് മെറ്റലൊക്കെ കൂട്ടിയിട്ട് കാണാം. ഇനി റോഡ് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന ശേഷം ഇതുപോലെയുള്ള മെറ്റലുകളൊക്കെ ഇട്ട് റോഡ് റോളറൊക്കെ ഉണ്ട്. ഇവിടെ മെറ്റൽ മിക്സ് ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ്. എന്താ അറിയില്ല, ഇന്ന് വർക്കേഴ്സ് ഒന്നും വർക്ക് എടുക്കുന്നില്ല. ഇവിടെയൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ വർക്കില്ലാതെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഫ്ലൈ ഓവർ വരുന്നത്. വയഡക്റ്റ് പാലത്തിൻ്റെ വർക്കുകളൊക്കെ മുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയർ ഇങ്ങനെ കൈവരികൾ വെക്കുന്ന വർക്കുകളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും ഭാഗത്തേക്ക് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് ഇങ്ങനെ മണ്ണിടിച്ച് വർക്കുകളൊക്കെ ചെയ്യുന്നത്. അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ചൊക്കെ വൈകിയാണ് വർക്കുകൾ തുടങ്ങിയത്, അതുകൊണ്ടായിരിക്കും കുറച്ച് ഡിലേ ആയത്. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള മണ്ണൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കോഴിക്കോടിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ നമ്മുടെ അഴിയൂർ ഭാഗങ്ങളിലേക്കൊക്കെ ഇതുപോലുള്ള ചുമന്ന കളറുള്ള മണ്ണ് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും ഭാഗത്തു നിന്നുള്ള മണ്ണുകളൊക്കെ അങ്ങോട്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാ. അപ്പോൾ ഇവിടെ ഇനി ഒരു വലിയ വാള് വരാനുണ്ട്. കട്ട വെച്ചൊക്കെ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ക്ലിയർ ചെയ്ത് വെച്ചിട്ട് കാണാം. നമുക്ക് ഈ വയഡക്റ്റ് പാലവും ഇവിടെ നിന്നുള്ള കട്ട വെച്ചുള്ള ഈ ഭാഗം കൂടെ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ്. അതിനു വേണ്ടി ക്ലിയർ ചെയ്ത് വെച്ചതാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ താഴ്വശത്തേക്ക് വരിക നമുക്ക് കാണാൻ വർക്കേഴ്സിനൊന്നും കാണുന്നില്ല. അതാണ് ഇപ്പോഴത്തെ എന്തോന്ന് അറിയാത്തത്. വർക്കൊന്നും ചെയ്യുന്നത് കാണില്ല. അവർ താമസിക്കുന്ന
ഷെഡുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കുറെ സ്ലാബുകളൊക്കെ കൂട്ടിയിട്ട് കാണുന്നുണ്ട്. വയഡക്റ്റിന്റെ അടിഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള ഓരോ മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗങ്ങളാണ് ഇനിയുള്ള സൈഡിൽ വരുന്ന ഈ റോഡിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ഇവിടെയൊക്കെ കാണാലോ, ഇങ്ങനെയൊക്കെ മണ്ണ് ഇളകിപ്പോയി കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. പാലത്തിന്റെ മുകളിൽ നമുക്ക് കാണാം കമ്പി പൊങ്ങി കിടക്കുന്നത്. അതിന്റെ മുകളിൽ ഇനി ക്രാഷ് ബാരിയർ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഇതുപോലെ പുതുതായിട്ട് പാലത്തിന്റെ ഭാഗം വരുന്ന ഭാഗങ്ങളിൽ മണ്ണ് കെട്ടി ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു വർക്കാണ് ചെയ്യാനുള്ളത്. ഇതിന് ഭൂമി എടുത്ത ഭാഗങ്ങൾ ബൗണ്ടറി ചെയ്ത് കൊണ്ടുവരാനുള്ള വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ വരാനുള്ളത്. പിന്നെ പെയിന്റിംഗ് ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വളരെ നല്ല രീതിയിൽ വയഡക്റ്റിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിത് ഫസ്റ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ ഞാൻ ഫസ്റ്റാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കണ്ണൂരിലെ ആളുകളൊക്കെ കാണണം. അപ്പോൾ വളരെ ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് നമ്മളൊക്കെ ഇവിടെ വന്ന് ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കുറേ പേര് കമൻറ്റിലൂടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നത്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഇവിടെയൊക്കെ വന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് മുഴപ്പിലങ്ങാട് ഭാഗം വരെ പോയി നോക്കാം ഇവിടുന്ന്. അപ്പോൾ വയഡക്റ്റ് വന്ന് ചേരുന്ന ഭാഗം ഇവിടെയാണ്, റോട്ടിലേക്ക് ഇങ്ങനെ. അപ്പോൾ ഈ വയഡക്റ്റിന് താഴ്വശത്ത് കാണാൻ നമുക്ക് ഇവിടെ കുറേ മണ്ണ് കൂട്ടിയിട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഇവിടെയാണ് കൂട്ടുന്നത്. അപ്പോൾ വർക്കൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്തൊക്കെ ഇതിൻ്റെ താഴ്വശത്തൊക്കെ കുറേ കമ്പികളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. ഇതുപോലുള്ള ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കണ്ട ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഷീറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അങ്ങോട്ടുള്ള ഭാഗത്ത് സ്റ്റേ വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റാൻഡുകളൊക്കെ ഇനിയും ഉണ്ട്. വാഹനങ്ങളൊക്കെ ഇതിനുള്ളിൽ ഇപ്പോൾ കൊണ്ടുവന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തും വ്യത്യസ്തമായ രീതിയിലുള്ള ഗർഡറുകളാണ് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ഈ ഗർഡറിനൊക്കെ സെൻട്രൽ ഭാഗത്തിൽ ഇങ്ങനെ ഒരു കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പാലത്തിൻ്റെ കമ്പി കൊടുത്ത ഈ ഷീറ്റ് വെച്ച ഭാഗത്തൊക്കെ താഴ്ഭാഗത്ത് ഓരോ കമ്പി എക്സ്ട്രാ ആയിട്ട് കമ്പിയും കാണുന്നുണ്ട്. അപ്പോൾ മറ്റെവിടെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഷീറ്റ് മാത്രമേ കാണുള്ളൂ. ഇത് ഷീറ്റിൻ്റെ താഴ്വശത്തും ഇങ്ങനെ ഒരു എക്സ്ട്രാ ആയിട്ട് കമ്പിയൊക്കെ കൊടുത്തത് കാണുന്നുണ്ട്. അതിങ്ങനെ നമുക്ക് ഒരു കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. ഇനി അതിൻ്റെ മുകളിലൊക്കെ പെയിന്റ് ചെയ്യുന്ന തോന്നുന്നത്. അപ്പോൾ വയഡക്റ്റിൻ്റെ താഴ്വശം ഇപ്പോൾ നല്ലൊരു ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡിനെ തോന്നുന്നത് കണ്ടില്ലേ, ഈ സ്റ്റാൻഡൊന്നും എടുത്തു കൊണ്ടുപോയിട്ടില്ല. അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തും അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെയൊക്കെ ലാസ്റ്റ് ഭാഗത്തേക്കൊക്കെ പെയിന്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ക്ലിയർ ചെയ്ത് ഒരു ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് പഴയ റോഡ്. പഴയ റോഡിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൂടെ തന്നെയാണ് ഹൈവേ കടന്നു പോകുന്നത്. അപ്പുറത്തേനെ റെയിൽവേ ട്രാക്ക്. അപ്പോൾ നമുക്ക് വയഡക്റ്റിനെ വ്യക്തമായിട്ടൊന്ന് കാണാൻ പറ്റിയൊരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ വയഡക്റ്റ് പാലം കാണാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ റോട്ടിൽ നിന്ന് വളഞ്ഞ് അങ്ങോട്ട് ഉൾവശത്തേക്ക് കയറി പോവാണ് ബൈപ്പാസ്. ഇതാണ് കണ്ണൂർ ബൈപ്പാസ്. കണ്ണൂർ ബൈപ്പാസിൽ വന്നിട്ടുള്ള വയഡക്റ്റ് പാലം. കുറച്ചുകൂടെ ഫ്രണ്ടിക്ക് വന്നിട്ടുണ്ട് കീഴുത്തള്ളി ഭാഗത്തേക്ക്, വയഡക്റ്റ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇനി മണ്ണ് നിറച്ച് കൊണ്ടുവരാനുണ്ട്. വയഡക്റ്റ് അവസാനിക്കുന്ന ഭാഗത്ത് കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണ് നിറച്ച് കൊണ്ടുവരാനുള്ള കുറേ വർക്കുകൾ ചെയ്യാനുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കാണാം നമുക്ക്. ഇനി ഇവിടുന്നുള്ള വാള് വരാനുണ്ട്. അതാണ് ഇനി മെയിനായിട്ട് ചെയ്യാനുള്ള വർക്കുകൾ. അപ്പോൾ നമുക്ക് ഇനി മുൻവശത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്തേക്ക്
കീഴ്ത്തള്ളി ഭാഗത്ത് തന്നെയാണ് കുറച്ചുകൂടെ മുന്നോട്ട് വരുന്ന ഒരു സൈഡില് സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ വാഹനങ്ങൾ കടന്നു വരുന്നത് കാണാം. ഇവിടുന്ന് ഇങ്ങനെ വാഹനങ്ങൾ ഡൈവേർട്ടായിട്ട് പോവുകയാണ്. ഇത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന പഴയ റോഡിന്റെ ഭാഗത്തൂടെയാണ് ഇവിടെ നിന്നുള്ള വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കാണാം നമുക്ക്. അപ്പൊ കണ്ണൂർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളൊക്കെ ഈ സർവീസ് റോഡിന്റെ ഭാഗത്തൂടെയാണ് വരുന്നത്. അപ്പൊ റോഡിന്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഈ സൈഡില് കാണാം വലിയ രീതിയിലുള്ള വലിയ കോൺക്രീറ്റ് വാളാണ് വന്നിട്ടുള്ളത്. ആ ഭാഗത്ത് കുറച്ചൊരു ഉയർന്ന ഭാഗമാണ്. അപ്പോൾ അവിടുന്ന് മണ്ണ് തള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കോൺക്രീറ്റ് വാള് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഇനി ഈ സൈഡിലാണ് കോൺക്രീറ്റ് വാൾ വരാനുള്ളത്. കോൺക്രീറ്റ് വാളിന്റെ ഫൗണ്ടേഷന്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് മെറ്റൽ മിക്സ് ചെയ്ത ഭാഗങ്ങളൊക്കെ കുറെ ഭാഗത്ത് മണ്ണ് ഇനി എടുത്തു മാറ്റാൻ ഉള്ള ഭാഗങ്ങളും ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കുറെ ഭാഗം മണ്ണ് ലെവൽ ചെയ്ത് കിടക്കാന്ന് കേട്ടാ. ഇതിന്റെ സെന്റർ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത്. കീഴ്ത്തള്ളി ഫസ്റ്റ് ഭാഗത്ത് കണ്ടത് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ളത്. വളരെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മുൻവശത്തേക്ക് പോയി നോക്കാം. അപ്പൊ നമ്മൾ ചാല വെസ്റ്റ് ചാല സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത ഒരു ഭാഗം. ഇവിടെ ഇതിന്റെ വണ്ടിയൊക്കെ കാണാം. ഇത് ലെവൽ ചെയ്ത് കൊടുക്കുന്ന ടാറിങ് ചെയ്യാൻ വേണ്ടിയുള്ള വാഹനങ്ങളൊക്കെ കാണാം. അപ്പൊ കുറച്ച് മുൻവശത്താണ് വന്നിട്ടുള്ള ഒരു ഓവർപാസ്. അതിന്റെ ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ തന്നെയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. കാരണം നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ ഒരേ സൈഡിലൂടെ ഒരു പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഈ ഭാഗത്തൊക്കെയാണ് റോഡ് വർക്ക് തുടങ്ങാനുള്ളത്. ഈ പഴയ റോഡ് പൊളിച്ചു മാറ്റി ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അതൊന്നും തുടങ്ങിയിട്ടില്ല. ഈ ഭാഗം ഓപ്പൺ ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഭാഗം ക്ലിയർ വർക്ക് തുടങ്ങുക. അവിടെയൊക്കെ വലിയൊരു കുന്നുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് എടുത്തു മാറ്റാൻ മണ്ണ് മുൻവശത്ത്. അപ്പോൾ വലിയ വർക്കുകളൊക്കെ ഇനി ആ ഭാഗത്തൊക്കെ വരാനുണ്ട്. അപ്പോൾ നമുക്ക് മുൻവശത്തേക്ക് പോയി നോക്കാം. അപ്പോൾ സോറി, ഒരു തെറ്റ്. ഓവർപാസ് എന്ന് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. വെയിലിന്റെ ചൂടല്ലേ. അണ്ടർപാസ് ഇവിടെ വന്നിട്ടുള്ളത്. അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ കാണാൻ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ സൈഡിലുള്ളതാണ് ഇനി വർക്ക് നടക്കാനുള്ളത്. ഇതാണ് കൂത്തുപറമ്പ് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ്. അങ്ങോട്ടൊക്കെ അടിപൊളിയായിട്ട് റോഡ് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞൊരു റോഡ് തന്നെയാണ്. അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ്. അതിന്റെ ഒരു ഭാഗത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന് മുൻവശത്തുള്ള വർക്കുകളാണ് ഇനി വരാനുള്ളത്. മണ്ണിട്ട് ഉയർത്താനും. ഇവിടെ കാണാം നമുക്ക് ജോയിന്റിങ് ഒക്കെ. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അത്രക്കും വലിയ സ്ട്രോങ് ഉള്ള വെയിലാണ്. കാണാം നമുക്ക് ഇനി റോഡിന്റെ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ ഈ പാലത്തിന്റെ ഈ അണ്ടർപാസിന്റെ അടുത്തേക്ക് ഉയർത്തി കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. അപ്പം നമ്മൾ നേരത്തെ അവിടെ നിന്നിരുന്ന ആ ഭാഗത്ത്. അപ്പം ഇനി മുൻവശത്തേക്ക് വീണ്ടും പോയി നോക്കാം. അപ്പം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചാല ഭാഗത്ത് മിംസിന്റെ ഒക്കെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് ക്രാഷ് ബാരിയർ ഒന്നും ഒരു വൃത്തിയില്ലാത്ത പഴയ ക്രാഷ് ബാരിയറാണ് വെച്ചിട്ടുള്ളത്. ഇത് താൽക്കാലികം വെച്ചതാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ ഒന്നും ഒരു ക്ലിയർ ചെയ്യാത്ത പോലെ ഒരു കണ്ടിട്ട്. റോഡ് മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കറക്റ്റായിട്ട്. ക്രാഷ് ബാരിയറുകളൊന്നും അത്ര ഒരു വൃത്തിയായി തോന്നില്ല. ഇവിടെ തന്നെ കാണാം സെന്ററിൽ വെച്ചിട്ടുള്ളത് കുറെ ഹോളുകൾ ഉണ്ട്. ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസുകളാണ് വെച്ചിട്ടുള്ളത്. എന്താണെന്നറിയില്ല. ഇത് ഒരു ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല. നല്ലൊരു വൃത്തിയായി തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. അതിന്റെ സെന്റർ ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. സർവീസ് റോഡിന്റെ ഭാഗത്തൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. കാരണം നമുക്ക് ഇനി ഇതിന്റെ ഭാഗങ്ങളൊക്കെ ജോയിന്റ് ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ കാണാം ജോയിന്റ് ചെയ്യാനുള്ള വർക്കുകളുണ്ട്. അപ്പൊ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലിയർ അല്ലാതെ നിൽക്കുന്നുണ്ട്. തള്ളി തെറിച്ചൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പൊ ഇതാണ് മിംസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ്. ഈ ഭാഗത്താണ് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇനി
ഇവിടെ ഇതിന്റെ മുകളിലെ ലൈൻ മാർക്കിങ് എനിക്ക് തോന്നുന്ന ഇതൊരു ഒറ്റ കോട്ട് ടാറിങ് ആയിട്ടുള്ളൂ. ഇതിന്റെ മുകളിൽ ഇനി ഒരു കോട്ട് ടാറിങ് കൂടെ വരാനുണ്ട്. അന്നേരം ആയിരിക്കും ക്ലിയർ ചെയ്ത് വരിക. അപ്പൊ ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെ വരുമ്പോ നമുക്ക് കാണാം. ലൈൻ മാർക്കിങ് ഇതിന് മുകളിലൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കാനുള്ളതായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഇനി മുൻവശത്തേക്ക് പോയി നോക്കാം. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇപ്പൊ നമ്മൾ കണ്ട ക്രാഷ് ബാരിയറിന്റെ ആ ഓളുകളൊക്കെ അടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എടക്കാട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയത് കണ്ണൂർ ബൈപ്പാസില് താഴെ ചൊവ്വ ഭാഗത്തു നിന്നാണ്. അപ്പൊ ഇവിടുന്ന് തൊട്ട് മുൻവശത്താണ് മുഴപ്പിലങ്ങാട് വരുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് കാണിക്കാം. അപ്പൊ ഇതുവരേക്കും വരുന്ന ഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.